ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് SIT. 2 CIമാരെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിച്ച സമയം അത് ജനുവരി പകുതിയോടെ അവസാനിക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബിനിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഒരുങ്ങുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, സമയം അവസാനിക്കാൻ പോവുകയാണ് അന്വേഷണത്തിന്റെ. മറ്റൊന്ന്, ഇപ്പോഴും ദിണ്ടികളൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ നീളത്തിൽ പോവുകയാണ്. ഈ സാധ്യതകളെല്ലാം പരിശോധിച്ചുകൊണ്ടാണോ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം എന്നുള്ള തലത്തിലേക്ക് SIT നീങ്ങുന്നത്? ഗുഡ് മോർണിംഗ് പൂജ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അന്വേഷണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക, അതാണ് ഇപ്പോൾ SIT ഉദ്ദേശിക്കുന്നത്. 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ കൂടി SITയുടെ ഭാഗമാക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ അന്തിമമായ അംഗീകാരം കിട്ടേണ്ടത് ഹൈക്കോടതിയിൽ നിന്നാണ്. ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുൻപാകെ ഈ ഹർജി വരുന്നുണ്ട്. അതായത് സർക്കാർ ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ്. SIT വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു, 2 പേരെ കൂടി ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്തേണ്ട 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ പേര് സഹിതം കോടതിക്ക് കൈമാറിയിരിക്കുകയാണ്. കോടതിയുടെ അംഗീകാരം കിട്ടിയാൽ അത് ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്യും. അങ്ങനെ 2 CIമാർ കൂടി SITയുടെ ഭാഗമാകുകയും ചെയ്യും. ജനുവരി പകുതിയോടുകൂടിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കേണ്ടത്. അതുവരെയാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 3-ന് 6 ആഴ്ചത്തെ സമയം കൂടിയാണ് ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അതിനിടയിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എങ്കിൽ SITക്ക് കോടതിയിലേക്ക് വരാമെന്ന് നേരത്തെ തന്നെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SIT വിപുലീകരിക്കണമെന്ന ആവശ്യവുമായി അവർ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ D-മണി അടക്കമുള്ളവരെ കുറിച്ച് ഉയർന്ന ആരോപണങ്ങളിലടക്കം അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് പോകുമോ എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത്. എന്തായാലും N. വിജയകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ഇപ്പോൾ SIT നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് അന്നത്തെ ദേവസ്വം ബോർഡിൽ KP ശങ്കരദാസ് മാത്രമാണ് ഇനി പിടികൂടാനുള്ള അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകാനുള്ളത്. കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു അറസ്റ്റ് ഉണ്ടായി. അതിനുശേഷം ഇനി ശങ്കർദാസ് ആണ്. അപ്പോൾ അതിന്റെ സമ്മർദ്ദവും ഒക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ട് അതിനിടയിൽ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനും SIT ഒരുങ്ങുന്നത്. 2 CIമാരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യവും മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്.